മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ കാരവാനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലും ലൈംഗിക ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. സംഭവ ദിവസം സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ പേരുടെ മൊഴിയും SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈഫുനിസ ചേരുന്നു. സൈഫുനിസ, ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? എന്താണ് രഞ്ജിത്തിന്റെ ഒരു നിലപാട്? ഇപ്പോഴും നിഷേധിക്കുകയാണോ? ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണോ രഞ്ജിത്ത്? ശ്യാമിലി, രഞ്ജിത്തിനെ തെളിവെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഫോർട്ട് കൊച്ചി ആസ്പിൻ വാളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ എറണാകുളം AR ക്യാമ്പിലുള്ള ക്യാരവാനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ക്യാരവാനിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ ക്യാരവാൻ കഴിഞ്ഞ ദിവസം കണ്ടെടുക്കുകയും എറണാകുളം AR ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിറ്റി AR ക്യാമ്പിലുള്ള ക്യാരവാനിൽ ഈ AR ക്യാമ്പിന്റെ വളപ്പിനകത്താണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. രഞ്ജിത്ത് ആദ്യം ക്യാരവാനിൽ കയറി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി, പിന്നീട് പോലീസിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഇപ്പോൾ രഞ്ജിത്തിനെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. വിശദമായ ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് രാവിലെ ഒരു 10 മണിയോടുകൂടി ഇവിടെ നിന്ന്, അതായത് നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഞ്ജിത്തിനെ ഇറക്കുകയും അവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലുള്ള ആസ്പിൻ വാളിലേക്കാണ് കൊണ്ടുപോവുകയും ചെയ്തത്. ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം അടക്കം നടന്നിരുന്നത്. അവിടെ വെച്ചാണ് ലൈംഗികാതിക്രമം നടത്തിയത് എന്നാണ് ഈ യുവതി ജനുവരിയിൽ മൊഴി നൽകിയിരിക്കുന്നത്, പരാതിയായി നൽകിയിരുന്നത്. ഈ പരാതിയിലാണ് അന്വേഷണം നടത്തുകയും രഞ്ജിത്തിനെ 2-ാം തീയതി തൊടുപുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ പോലീസിന് ലഭിച്ചപ്പോൾ മുതൽ വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ഈ ചോദ്യം ചെയ്യലിലെല്ലാം തന്നെ ഈ കുറ്റം നിഷേധിക്കുകയാണ് രഞ്ജിത്ത് ചെയ്തത്. ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരായ പരാതി എന്നാണ് രഞ്ജിത്ത് പറയുകയും ചെയ്തത്. പക്ഷേ എന്തായാലും നിലവിൽ ഇപ്പോൾ രഞ്ജിത്തിനെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമായും 2 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നത്. ഒന്ന് ആസ്പിൻ മോളിലും ഒന്ന് AR ക്യാമ്പിലും. ഈ 2 തെളിവെടുപ്പും പൂർത്തിയാക്കി ഇപ്പോൾ രഞ്ജിത്തിനെ തിരിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി എപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും? ഇന്ന് തന്നെ കസ്റ്റഡി പൂർത്തിയാക്കി ഈ രഞ്ജിത്തിനെ വിട്ട് മജിസ്ട്രേറ്റിന് റിമാൻഡിലേക്ക് തന്നെ വിടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കാരണം നാളെ വരെയാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം പരിഗണിച്ചുകൊണ്ട് പോലീസ് ആ രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രഞ്ജിത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ഘട്ടമാണ് ഇത്, തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ രഞ്ജിത്തിനെ കൊണ്ടുപോവുകയാണ് പോലീസ് AR ക്യാമ്പിൽ നിന്ന്. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ അതെയോ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും ക്രൂരമായ ഒരു ലൈംഗിക അതിക്രമമാണ് ഉണ്ടായത് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും രഞ്ജിത്തിന്റെ അറസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്നലെ കസ്റ്റഡിയിൽ വിടുമ്പോഴും പോലീസിനോട് കോടതി നിർദ്ദേശിക്കുന്നത് കൃത്യമായ വൈദ്യപരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധന ഇന്നലെ രാത്രി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ളത് രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ തന്നെ ഇയാൾ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ശ്യാമിലി. ശരി, സൈഫുനിസ വിവരങ്ങൾ നൽകിയത്.